എന്താടി കാര്യം? നിങ്ങൾ ആ പിള്ളേരുടെ കൂടെ അന്താക്ഷരിയും കളിച്ചോണ്ടിരുന്നോ? എന്നെ കുറിച്ച് ഒരു ചിന്ത വേണ്ട. സത്യമായിട്ടും ഞാൻ നിന്നെ കുറിച്ച് ഇപ്പം ചിന്തിച്ചതേ ഉള്ളൂ. നീ താഴോട്ട് വാ, നമുക്ക് അന്താക്ഷരി കളിക്കാം. അന്താക്ഷരി. ഓ, അന്താക്ഷരി കളിക്കാൻ പറ്റിയ പ്രായം. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയോ? പിന്നെ ഓർമ്മയില്ലാതെ ആണോ? എന്നാ പറ. ഇന്നല്ലേ നിന്റെ അമ്മൂമ്മ മരിച്ച ദിവസം. എന്റെ വായിലിരിക്കുന്നത് കേക്കരുത് കേട്ടോ. എന്റെ ഈശ്വരോ, ഈ മരപ്പോത്തിനെയാണല്ലോ ഞാൻ പ്രേമിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഡയലോഗ് പറയാനുണ്ട്. അത് ഇതുപോലത്തെ ഒരു പിടിയാനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. വേണം, എനിക്ക് ഇത് തന്നെ വേണം. ഇത്രയും നല്ലൊരു ദിവസമായിട്ട് നിങ്ങളുടെ വായിന്ന് ഞാൻ ഇത് തന്നെ കേൾക്കണം. എന്റെ ബർത്ത്ഡേ പോലെ നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ മനുഷ്യ. അത് ഈ ദിവസമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഓ, ഒരു ഡിയറും എനിക്ക് വേണ്ട നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ. ഈ വീട്ടില് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. നിനക്ക് എന്നോട് ഇച്ചിരി സംസാരിക്കണം അല്ലേ? അത് ഇന്ന് തന്നെ വേണം അല്ലേ? വേണം. ഞാൻ ശരിയാക്കി തരാം. ആഹാ, നിന്റെ പിറന്നാളായിട്ട് നിന്റെ ഈ നിസ്സാര കാര്യം സഹായിച്ചു തന്നില്ലേ, പിന്നെ ഞാൻ എന്തിനാണായിട്ട് ജീവിച്ചിരിക്കണം ഇവിടെ? ആഹാ, നമുക്ക് ഇന്ന് പിള്ളേരെ തന്തപ്പടിയൊക്കെ ഓടിച്ച് വെളിവിടാം. അതിനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. വെച്ചിട്ട് പൂടി. എനിക്ക് കിട്ടിയില്ല പാട്ട്. യൂട്യൂബ് നോക്കാവോ? നിന്നാലെങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകില്ലാൻ കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളിക്കരയ്ക്ക്. കോയിലമാലി ഓലേ സമാലി, ഓയിലമാലി ഓലേ സമാലി. അല്ല, പിന്നെ നിങ്ങളെ ഏതക്ഷരത്തിന്റെ ആ പാട്ട് വേണമെന്ന്? ലാലേട്ടന്റെ താ വെച്ചിട്ട് അല്ലേ? താമര പൂവൽ ദേശാടനമല്ല, പിന്നെ ഈ ഏതാണ്ടൊരു ഇതുണ്ടല്ലോ, ചന്ദ്രബാബു. ചന്ദ്രബാബു അല്ല, ചന്ദ്രലേഖ. പാട്ട് എനിക്ക് അറിയാവുന്ന അടി ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടില്ലയോ. അതെ മാമാ, നേരത്തെ ഈ ഫോണും കൊണ്ട് അങ്ങോട്ട് പോണുണ്ടല്ലോ, ആരായിരുന്നു മാമ? അത് നമ്മുടെ ലാലേട്ടന്റെ പുതിയ സിനിമ ഇവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ലാലേട്ടന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്നെ വിളിച്ചത്. ലാലേട്ടന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. തള്ളു എന്റെ ദൈവമേ, എനിക്ക് ഇതാണ് സഹിക്കാൻ തള്ളു. കാണിച്ചേരാ കാണിച്ചേരാ പഠിപ്പിച്ചുകൊടുത്തേ. നോക്ക്. ഞാനത് വേണ്ടാന്ന് നമ്മൾ ഇതാരാ? ആൻഡോ ജോസഫ് ആരാ? പ്രൊഡ്യൂസർ. കണ്ട മാമൻ. കൂടെ ആൻഡോ ജോസഫ്. കൂടെ നിൽക്കുന്ന ആരാ? ആരാടി? മാമന്. ഈ ഞാൻ ആണോ? കൂടെ മറ്റേ നിൽക്കുന്ന മറ്റേ ആരാ? പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ്. മാമ. അതെ മാമ, ഈ സിനിമാക്കാരുമായിട്ടേ മാമന് ഇത്രയും പരിചയമുള്ള സ്ഥിതിക്ക് ലാലേട്ടനുമായിട്ടൊരു സെൽഫി എടുക്കാൻ ഞങ്ങൾക്കൊരു അവസരം ഒപ്പിച്ചേരത്തില്ലടി. ഇത്ര നേരം നിനക്കൊക്കെ അതിന് പുച്ഛമായിരുന്നല്ലോ. ഇതുവരെ പറഞ്ഞോണ്ടിരുന്ന എന്താ? ഇപ്പൊ എന്റെ ഈ ഫോട്ടോ കണ്ടപ്പോഴാണല്ലോ നീയൊക്കെ വിശ്വസിച്ചത്. അത് മാമൻ സൂപ്പർ അല്ലേ മാമ? അതെ, തമാശക്കൊക്കെ ഇങ്ങനെ പറഞ്ഞോന്ന് വെച്ച് മാമ പ്ലീസ് മാമ ഒരു സെൽഫി മാമ പ്ലീസ്. രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും പോലെ
ഒന്നുമില്ല. അതെ, നിങ്ങള് നല്ല രൂപത്തിലൊക്കെ എന്നോട് പെരുമാറുകയാണെങ്കിൽ വേറെ ഒരു കാര്യം കൂടെ ഞാൻ സാധിച്ചു തരും എന്താ മക്കൾക്ക്. എടി അതെ, ഇപ്പൊ ഈ ലാലേട്ടന്റെ ഫാൻസ് അസോസിയേഷൻ ഇല്ലേ, അവരിപ്പോ ഒരു മത്സരം നടത്തുന്നു. അതെന്നെ ആന്റണി വിളിച്ച് പറഞ്ഞ പെരുമ്പാവൂരി, ആന്റണി പെരുമ്പാവൂരി. ആ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഹൻലാലിന്റെ ചിത്രങ്ങളിലെ അതിനകത്തെ മോഹൻലാൽ അഭിനയിച്ച ഓരോരോ വേഷങ്ങൾ, മറ്റേ കൂളിംഗ് ഗ്ലാസ് ഇട്ടുണ്ട്, മറ്റേത് മറിച്ചത്, അതുപോലെ വേഷം കെട്ടിച്ചെല്ലുന്നവർക്ക് ഒരു മത്സരം. അത് ഈ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് വലിയ പ്രൈസ്. മോഹൻലാലിന്റെ കൂടെ 1 മണിക്കൂർ ചെലവഴിക്കാം. 1 മണിക്കൂർ മോഹൻലാലിന്റെ കൂടെ. ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി ചിലപ്പം ഒരു മത്സരം ഒഴിവാക്കി ചിലപ്പോ നിങ്ങളെ സെലക്ട് ചെയ്യുന്നു വരും. വിളിച്ചു പറയോ? നമുക്ക് പോവാം. ആണ്. അയ്യോ, പിന്നെയും രോഗി ഇച്ചു വൈദ്യം കളിപ്പിച്ചു പാല്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.